അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ സ്ഥിതിയിൽ ലെഫ്റ്റിന് ജനാധിപത്യത്തെ അവർ വളരെ എന്താ പറയുക, ബൂർഷ ജനാധിപത്യം എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത്. ജനാധിപത്യം അവർക്ക് വലിയ പഥ്യമില്ല, അതൊക്കെ ഒരു ബൂർഷ ഐഡിയയാണെന്നുള്ളതാണ്. അവർക്ക് വേറൊരു ജനാധിപത്യം, അവർ ജനകീയ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ ഒരു ഏകാധിപത്യം, അവരുടെ പാർട്ടി മാത്രമുള്ള അവരുടെ അങ്ങനെയുള്ളൊരു ഇതാണ് അവരുടെ. ചൈനയിലൊക്കെയുള്ള, കൊറിയയിലൊക്കെയുള്ള, വടക്കൻ കൊറിയയിലൊക്കെ. അപ്പോൾ ജനാധിപത്യത്തെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു 30% ആളുകൾ ലെഫ്റ്റ് തോട്ടുള്ള ആളുകളുണ്ടെന്ന് വിചാരിച്ചാൽ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. അവർ താൽക്കാലികമായിട്ട് തൊഴിലാളി വർഗ സർവാധിപത്യം വരുന്നത് വരെയുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ഡെമോക്രസിനെ സ്വീകരിക്കുന്നത്. BJPക്കോ അതില്ല. BJPയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തപ്പിയാൽ രാജാധികാരം ദൈവദത്തമാണ് എന്നുള്ള തോട്ട്സ് കാണുക. അപ്പോൾ അവരും അതിനെ തള്ളിക്കളയുന്നു. അപ്പോൾ ഒരു 10-15% അങ്ങനെയും പോയി. പിന്നെ ബാക്കി ഒരു 55 അതിൽ തന്നെ പിന്നെ കുറച്ച് വിഭാഗങ്ങൾ വേറെ ഉണ്ട്, മതസംഘടനകൾ മറ്റുള്ള. അവർക്കും ഇതിനോട് വലിയ പഥ്യമില്ല. കാരണം ജനാധിപത്യവും ഈ പറഞ്ഞ വർഗാധിപത്യം ഒന്നും നമുക്ക് പറ്റുന്ന സംഭവമല്ല, അത് നമ്മുടെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അതില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു 30-30% പേരൊക്കെ കേരളത്തിൽ ജനാധിപത്യത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യം ഇപ്പം ഈ കഥ തന്നെ കറക്റ്റ് അല്ല. ഇത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇതിലേക്ക് എത്തണ്ടേ. ഇന്ത്യയിൽ ഡെമോക്രസി നെഹ്റുവൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി? മനുഷ്യന് അക്ഷരാഭ്യാസം പോലും ഇല്ല, പാവപ്പെട്ട മനുഷ്യർ, ദാരിദ്ര്യം, അവരടുത്താണ് ഈ സാധനം കൊണ്ടുവരുന്നത്. വലിയൊരു പരീക്ഷണമല്ലേ നടന്നത്. ശരിക്കും ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാവുന്ന, ജനാധിപത്യം ഒരു കാലത്തും പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഉണ്ടായ കാലത്ത് തന്നെ എല്ലാവർക്കും വോട്ടധികാരമില്ല. നല്ല ശക്തിയുള്ളവനും ഭൂമിയുള്ളവന് സമ്പത്തുള്ളവന് അവർക്കൊക്കെ ആയിരുന്നു വോട്ട്, അവർക്ക് മാത്രം വോട്ട്. അത് ഞാൻ പറഞ്ഞ പരിഹരിച്ച് വരികയാണുണ്ടായത്. അങ്ങനെയാണ് ഡെമോക്രസി. ഇപ്പം നമ്മൾ കുറേയും കൂടി വികസിതമായ ജനാധിപത്യം എന്ന് പറയുന്നത് ബ്രിട്ടനിലും ജർമ്മനിയിലൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് കുറേ കൂടി അതിൻ്റെ അവർ തുറന്ന സമൂഹമായിട്ട് മാറാൻ ശ്രമിക്കുന്നവരാണ്. നമ്മളൊക്കെ ഡെമോക്രസിയിലേക്ക് വരികയും ഇതിനേക്കാളും നല്ലത് അടഞ്ഞ സമൂഹമാണെന്നുള്ള രീതിയിൽ നമ്മൾ ക്ലോസഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതാണ് നല്ലതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങൾ തീരുമാനിച്ചാൽ, ഇപ്പോൾ മോദിയിൽ തീരുമാനിച്ചല്ലോ, ജനങ്ങൾ തീരുമാനിക്കുകയാണ് അതാണ് നല്ലത്. കുറച്ചുകൂടി നമ്മളുടെ തനിമയും സാംസ്കാരികതയൊക്കെ നിലനിർത്തണമെങ്കിൽ കുറച്ചുകൂടി അടഞ്ഞിരിക്കുകയാണ് നല്ലത് എന്നുള്ള രീതിയിലേക്ക് അവർ തീരുമാനിച്ചാണ്. അപ്പോൾ പിന്നെ അവരുടെ ലീഡേഴ്സായ ട്രൈബൽ ലീഡേഴ്സാണല്ലോ. ഇതൊരു ഗോത്രീയ രീതിയിൽ ആളുകളും ഗോത്രീ വിചാരങ്ങൾ വരുന്നു, അവർക്ക് പറ്റിയ നേതാക്കന്മാർ വരുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവരങ്ങനെ തീരുമാനിച്ചാണ്. അപ്പോൾ അവർ തിരിച്ചു പോകുന്നതാണ്. ഇനി വേറൊരു പുതിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ കഥകളിലൂടെ ഇനി നമ്മൾ വീണ്ടും തുറന്ന സമൂഹത്തിലേക്ക് വരേണ്ട